ചേട്ടാ ചേട്ടാ ചേട്ടോ ചേട്ടാ ഞാൻ സമ്മതിക്കില്ല. സമാധാനത്തിൽ എന്താ അനിയാ? ചേട്ടാ 3 മാസമായിട്ട് ചേട്ടാ EMI അടയ്ക്കുന്നില്ല. ഈ മാസം കൂടെ അടച്ചില്ലെങ്കിൽ റിക്കവറി പോവാണ്. ഈ മാസം ചേട്ടാ EMI അടച്ചേ പറ്റുള്ളൂ. അനിയ, ഹോസ്പിറ്റലിൽ ഇന്നലെ ഡിസ്ചാർജ് ആയി വന്നതേ ഉള്ളൂ. അടയ്ക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടല്ല, എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാണ്. ചേട്ടാ, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് അമ്മാതിരി പ്രഷറാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പേയ്മെന്റ് എടുത്തില്ലെങ്കിൽ എന്റെ ജോലി പോകും. നിങ്ങളെ പ്രഷർ എനിക്ക് മനസ്സിലാവും അനിയ. കിഡ്നിക്ക് സ്റ്റോൺ വന്നിട്ട് കടം മേടിച്ചിട്ടാണ് ആ സർജറി ചെയ്തത്. ഇപ്പൊ കൊച്ചിന് സ്കൂൾ തുറക്കാറായി. എന്തിനു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചേട്ടാ 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 കരയണ്ട. എവിടെന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ക്യാഷ്? എവിടെ നിന്ന് മേടിക്കാൻ അനിയ? അനി അകത്തോട്ടൊന്ന് കയറി നോക്കിയാണ്. കഞ്ഞി വെച്ചിട്ട് 3 ദിവസമായി അറിയാമോ? ഇനി എന്റെ പിള്ളേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വഴിയുള്ളൂ. ഒരു വഴിയില്ല.